നമസ്കാരം. വിവാദമായേക്കാവുന്ന എന്നാൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ചൂണ്ടിക്കാണിച്ചേക്കാണ് അഹാന കൃഷ്ണ. ഈ ഒരു സ്റ്റോറി പുറത്തു വന്നതോട് കൂടിയിട്ട് അഹാനയ്ക്കെതിരെ കുറേ ട്രോളുകൾ വരുന്നുണ്ട്. ഇനിയും ധാരാളം ട്രോളുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ട്രോളുകൾ മാത്രമല്ല, കുറച്ച് വിവാദമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ അഹാനയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അഹാന ചൂണ്ടിക്കാണിച്ച വിഷയം 100% ജെന്യുവിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. ചർച്ച ചെയ്യപ്പെടേണ്ട, ഉടനെ തന്നെ പരിഹാരം കാണേണ്ട ഒരു വിഷയമാണ് അഹാന തുറന്നു കാണിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, അഹാനയുടെ അടുത്ത് ഒരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു. ആ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പം അമ്പലത്തിൽ ഉത്സവം വരുന്ന സമയത്ത് വലിയ ഹൈ വോളിയത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലത്തിൽ പാട്ട് വെക്കും. അങ്ങനെ ആ അമ്പലത്തിൽ പാട്ട് വെച്ചേക്കാണ്. ഭയങ്കര സൗണ്ടിൽ അഹാന കൃഷ്ണയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആ പാട്ട് കേൾക്കാൻ സാധിക്കും. അപ്പം അതിനെതിരെയാണ് അഹാന കൃഷ്ണ സ്റ്റോറി ഇട്ടേക്കുന്നത്. ഇതാണ് അഹാനയുടെ സ്റ്റോറി. ഇത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. പുള്ളിക്കാരി ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്, ടെമ്പിൾ അസോസിയേഷനിലുള്ളവരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അസ്യൂം ചെയ്യുന്നത്, അതായത് ഒരു ഉത്സവ സമയത്ത് അമ്പലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് മുഴുവൻ കേൾക്കണം എന്ന് അസ്യൂം ചെയ്യുന്നത് നിർത്താൻ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു പാട്ടാണ്. രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി പാതിരാത്രി ആഗോളം ഈ ഒരു പാട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പാട്ട് കേൾക്കേണ്ട ആൾക്കാർ അമ്പലത്തിന്റെ പരിസരത്ത് വന്ന് കേൾക്കത്തില്ലേ, അതോടുകൂടി ഒരു സംഭവത്തിന് പരിഹാരം ഉണ്ടാകത്തില്ലേ എന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും അതിനെ കളിയാക്കിക്കൊണ്ട് പിന്നെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റോറിയിൽ അമ്പലത്തിൽ വെക്കാൻ കൊള്ളാവുന്ന പാട്ടാണ് എന്ന് പറഞ്ഞ് കളിയാക്കി ഇട്ടേക്കാണ്. പിന്നെ ദേ തലവേദന എടുക്കുന്നു എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി തലയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ടുള്ള സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അങ്ങനെ 1-2 സ്റ്റോറീസ് ഇട്ടിട്ടുണ്ട്. സത്യത്തിൽ അഹാന ചൂണ്ടിക്കാണിച്ച വിഷയം ജെന്യുവിൻ ആയിട്ടുള്ളൊരു വിഷയമല്ലേ? സത്യത്തിൽ ഒരു കൺസേൺ ആണ് അഹാന ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിൽ അഹാനയെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഏത് ആരാധനാലയം ആയിക്കോട്ടെ, അതിപ്പോൾ അമ്പലമായിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, എന്ത് മതവിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്ന ആരാധനാലയം ആയിക്കോട്ടെ, ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവിടെ സൗണ്ട് വെക്കാതെ ഇരിക്കാം. അതൊരു മര്യാദയാണ്. അത് ഓരോ വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റിന് എഗിനസ്റ്റ് ആണ്. എത്ര വലിയ ഭക്തരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഹൈ വോളിയത്തിൽ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷനാണ്. അഹാനയുടെ വീട്ടിലിരുന്നാൽ നല്ല ഹൈ വോളിയത്തിലാണ് ആ ഒരു പാട്ട് കേൾക്കുന്നത്. അഹാനയുടെ ജസ്റ്റ് ഒരു സ്റ്റോറി ആ ഒരു മ്യൂസിക്കോടെ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് എത്രയും വോളിയത്തിലാണ് അഹാനയുടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആ പാട്ട് കേൾക്കുന്നത് എന്ന് മനസ്സിലാവും. കേട്ടല്ലോ. അപ്പൊ ഇത്രയും വോളിയത്തില് ഈ പാട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താണ്? സത്യത്തിൽ ഇത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും, നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും, നമുക്ക് ഇല്ലാത്ത മാനസിക പ്രശ്നമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അമ്പലമായിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, ഉത്സവങ്ങളൊക്കെ വരുന്നത് നല്ലതാണ്. നമുക്ക് അമ്പലത്തിലെ ഉത്സവവും പള്ളിയിലെ ഫെസ്റ്റിവൽസും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ മറ്റുള്ളവരെ ഇറിറ്റേറ്റഡ് ആക്കുന്ന രീതിയിൽ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഹൈ വോളിയത്തിൽ വെക്കാൻ പാടില്ല. ഈ പരീക്ഷ സമയത്തൊക്കെ ആണ് മെയിനായിട്ട് ഈ നമ്മുടെ അമ്പലത്തിലെ ഉത്സവമൊക്കെ നടക്കുന്നത്. ആ സമയത്ത് അമ്പലത്തിന്റെ അല്ലെങ്കിൽ പള്ളിയുടെ ഒക്കെ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടാണ്. ആ കുട്ടികൾക്ക് ചിലപ്പോൾ പഠിക്കാൻ പോലും പറ്റത്തില്ല. അവിടെ ആരെങ്കിലും വയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ സൗണ്ടൊക്കെ, ഒരുപാട് സൗണ്ടൊക്കെ പറ്റാത്ത ആൾക്കാരൊക്കെ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ്. അതൊന്നും ആലോചിക്കാതെ ആ ഏരിയ മുഴുവനായിട്ട് വലിയ കോളാമ്പിയൊക്കെ വെച്ച്, വലിയ മൈക്ക് വെച്ച് ഈ പാട്ടങ്ങ് കേൾപ്പിക്കുകയാണ്. ഭക്തി എന്ന് പറയുന്ന കാര്യമൊക്കെ നല്ലതാണ്, പക്ഷേ ഇത് ഭക്തിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക തന്നെയാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ അവഗണിച്ച് വിടുക, അവരെ കളിയാക്കുക, അവർ ദൈവത്തിനെതിരെ സംസാരിക്കുകയാണ്, അവർ മതവിശ്വാസങ്ങൾക്കെതിരെ സംസാരിക്കുകയാണ്, അമ്പലത്തിനെതിരെ സംസാരിക്കുകയാണ്, പള്ളിക്കെതിരെ സംസാരിക്കുകയാണ് എന്നങ്ങ് മുദ്ര കുത്തും. ഇത് പള്ളിക്കെതിരെയോ മതവിശ്വാസങ്ങൾക്കെതിരെയോ അമ്പലത്തിനെതിരെയോ ഒന്നുമല്ല സംസാരിക്കുന്നത്. ഇത് സത്യത്തിൽ ഈ ഒരു വിഷയത്തിനെതിരെ മാത്രമാണ് സംസാരിക്കുന്നത്. ഇത് നോയിസ് പൊല്യൂഷനാണ്. നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളത് നോയിസിനോടാണ്. സൗണ്ട് എന്ന് പറയുന്ന സെൻസിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സെൻസിറ്റിവിറ്റി ഉള്ളത്. അതങ്ങനെയാണ്. മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസിയിലുള്ള സൗണ്ടുകൾ കുറവാണ്. മറ്റ് ജീവജാലങ്ങൾക്ക് കുറച്ചും കൂടി ഡിഫറെൻറ്റ് വേരിയേഷനുള്ള ഫ്രീക്വൻസിയുള്ള സൗണ്ടുകൾ കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ സൗണ്ട് വരുമ്പോൾ ഇറിറ്റേറ്റഡ് ആവുന്നത് മറ്റ് ജീവജാലങ്ങളാണ്. മനുഷ്യർ അത്രയും ഇറിറ്റേറ്റഡ് ആവത്തില്ല എങ്കിൽ പോലും മനുഷ്യനും ഇറിറ്റേറ്റഡ് ആവും.
കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വലിയ വലിയ സൗണ്ടിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആകും. നമ്മുടെ ബിഹേവിയറിന് തന്നെ വലിയ ചേഞ്ചസ് ഉണ്ടാകും. നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. നമുക്ക് വലിയ രീതിയിൽ സ്ട്രെസ് ഉണ്ടാകും, സ്ട്രെയിൻ ഉണ്ടാകും. അത് മാത്രമല്ല ഈ മൈഗ്രെയിൻ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്ക് പെട്ടെന്ന് മൈഗ്രെയിൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കണ്ടിന്യൂസ് ഇങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറൊന്നും ചെയ്യാൻ പോലും പറ്റാതെ നമ്മൾ ആകെ ടയേർഡായിപ്പോവും. അപ്പോൾ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ഇറിറ്റേറ്റഡ് ആക്കാതെ ഇരിക്കുക. ഇവിടെ അഹാനയ്ക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടത്. അതിന് ഒരുപാട് ആൾക്കാർ പുള്ളിക്കാരിയെ കളിയാക്കുന്നുണ്ട്. പുള്ളിക്കാരി BJP പ്രവർത്തകയല്ലേ, അമ്പലവും പള്ളി എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിയെ കളിയാക്കുന്നുണ്ട്. വലിയ ഭക്തയല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എത്ര വലിയ ഭക്തയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര വലിയ BJP പ്രവർത്തകരാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ഏത് പാർട്ടിക്കാരാണെങ്കിലും ഏത് മതവിശ്വാസികളാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അവരത് ചൂണ്ടിക്കാണിക്കും. സുപ്രീം കോടതി തന്നെ ഇതിനെതിരെ കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ്. കുറേ മാനദണ്ഡങ്ങളും കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ പറഞ്ഞതാണ്. ആര് കേൾക്കാൻ? എന്നാൽ ആരെങ്കിലും ഇതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് വലിയ വിവാദമാക്കി മാറ്റും. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ഒരു കാര്യം പറയുമ്പോൾ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ കമൻ്റ് ഇടും. ശരിക്കും അത് നമുക്ക് വലിയ ഇറിറ്റേഷൻ ഉണ്ടാക്കത്തില്ല. കാരണം അതൊരു ഫിക്സ്ഡ് ഇൻ്റർവെല്ലിലാണ് ബാങ്ക് വിളിക്കാറുള്ളത്. അതിനൊരു കൃത്യമായിട്ടുള്ള സമയപരിധിയുണ്ട്. മിനിറ്റുകൾ മാത്രമാണ് ഈ ബാങ്ക് വിളിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് മിനിറ്റുകൾ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇപ്പം അമ്പലത്തിൽ പൂജയുടെ സമയത്ത് വലിയ പാട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയത്തിന് മാത്രമാണ്. അതുകൊണ്ട് ആർക്കും വലിയ ഇറിറ്റേഷൻ ഉണ്ടാകുന്നില്ല. ഇനി പള്ളിയാണെന്നുണ്ടെങ്കിൽ പള്ളിയിലെ എന്തെങ്കിലും ഒരു പരിപാടിയുടെ സമയത്ത് കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഈ പാട്ട് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിലൂടെയും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ പള്ളിപ്പെരുന്നാൾ വരുമ്പോൾ, അമ്പലത്തിലെ ഉത്സവം വരുമ്പോൾ രാവിലെ 6 മണിക്ക് തുടങ്ങി രാത്രി 12 മണിയായാലും നിർത്താത്ത രീതിയിൽ നോൺ സ്റ്റോപ്പായിട്ട് പാട്ട് കേൾക്കുക, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ പള്ളിയിലെ ബാങ്ക് വിളിയെക്കുറിച്ചോ ചെറിയ സമയത്തേക്ക് വെക്കുന്ന പാട്ടിനെ കുറിച്ചോ ഒന്നുമല്ല പറഞ്ഞത്. നോൺ സ്റ്റോപ്പായിട്ട് വെക്കുന്ന പാട്ടുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അത് ശരിക്കും മനുഷ്യന്മാർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. ആ അമ്പലത്തിന്റെ പരിസരത്ത്, ഇപ്പൊ അഹാന കൃഷ്ണ പറഞ്ഞതുപോലെ, പാട്ട് കേൾക്കേണ്ടവർ അമ്പലത്തിന്റെ പരിസരത്ത് പോയി പാട്ട് കേട്ടോളൂ. ആ അമ്പലത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കേൾക്കത്തക്ക രീതിയിൽ മാത്രം പാട്ട് വെച്ചാൽ പോരെ? ഉത്സവം നടക്കുന്നത് അമ്പലത്തിലല്ലേ? അപ്പൊ ആ അമ്പലത്തിലെ ആ ഒരു ചുറ്റുവട്ടത്ത് മാത്രം കേൾക്കത്തക്ക രീതിയിൽ സൗണ്ടിലും സ്പീക്കറിലും പാട്ട് വെച്ചാൽ പോരെ? അതല്ലേ മര്യാദയുള്ളൊരു കാര്യം? അതാണ് സത്യത്തിൽ വേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ പല ആൾക്കാരും അങ്ങനെയല്ല ചെയ്യുന്നത്. ഒരു മത്സരം പോലെയാണ്. എല്ലാ ആൾക്കാരും കേൾക്കണം, എത്ര പേര് കേൾക്കുന്നോ അത്രയും നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്പീക്കർ വെച്ചേക്കുന്നത്. അതിലൂടെ എത്ര പേർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്? ഇവിടെ അഹാനയെ കളിയാക്കേണ്ട ഒരു കാര്യമില്ല. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്, പരിഹാരം ഉണ്ടാക്കേണ്ട ഒരു വിഷയമാണ്, കളിയാക്കേണ്ട ഒരു പ്രശ്നമല്ല. ഈ ഒരു വിഷയം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പലരും പുറത്ത് പറയണമെന്നില്ല. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പേടിയാണ്. കാരണം എന്തോ വലിയ തെറ്റ് ചെയ്ത രീതിയിൽ പല ആൾക്കാരും ഇതിനെ വിലയിരുത്തും. പക്ഷെ ഇത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല പറഞ്ഞത്. ഒരു മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വേണം എന്ത് കാര്യവും നടക്കാൻ. അതിപ്പോൾ ആരാധനാലയത്തിൽ കാര്യമാണെങ്കിലും മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വേണം അവിടെയും പാട്ട് വെക്കാൻ.